ഈ ഓണത്തിന് മോളിവുഡ് ബോക്സ് ഓഫീസിൽ ആര് ജയിക്കും? അയാം ഗെയിം മാറിയതോടെ ഇപ്പോൾ 2 പടങ്ങളെ ഓണ സിനിമകളായിട്ട് വരുന്നുള്ളൂ. ഒന്ന് പൃഥ്വിരാജിന്റെ ഖലീഫ, 2 നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. ആദ്യം ഖലീഫയുടെ കേസ് എടുക്കാം. അതിൽ പോസിറ്റീവ്സ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ബിഗ് ബഡ്ജറ്റ് സിനിമ, അതും ഫെസ്റ്റിവൽ സീസണിൽ വരുന്ന ഒരു ആക്ഷൻ എന്റർടൈനർ പടം. 2 സംവിധായകൻ വൈശാഖ്, പുലിമുരുകൻ ടർബോ ഒക്കെ എടുത്ത സംവിധായകൻ വൈശാഖ്. പിന്നീട് വരുന്നത് ടെക്നിക്കൽ ക്രൂ ആണ്. DOP ജോമൻ ഡിജോൺ, എഡിറ്റർ ചമൻ ചാക്കോ, മ്യൂസിക് JX വിജോയ്. ഇതൊക്കെയാണ് മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലസ് പോയിന്റ്സ്. ഒരെണ്ണം കൂടെ എക്സ്ട്രാ പറഞ്ഞാൽ ഒരു വലിയ വമ്പൻ കമിയോയും. അത് എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഒരു നെഗറ്റീവ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഗുരുവായൂർ അമ്പല നടയിലെ സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജിന് അത്ര ഒരു ഹിറ്റ് മലയാള സിനിമയിൽ സംഭവിച്ചിട്ടില്ല. പക്ഷെ അതൊരു വലിയ നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ വെള്ളിയാഴ്ച മുതൽ ഇതെല്ലാം മാറി മറിയാൻ. ഇനി ബെത്ലഹേം കുടുംബയുടെ കാര്യം എടുക്കാം. പോസിറ്റീവ്സ് അതിനും കുറേയുണ്ട്. ഒന്നാമത്തെ കാര്യം, പ്രേമലുവിന് ശേഷം ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന റോംകോം അല്ലെങ്കിൽ ഫീൽ ഗുഡ് ഡ്രാമ, അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. പിന്നെ ഫെസ്റ്റിവൽ ടൈമിൽ ഫാമിലിക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ. ഇനി അതല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നിവിൻ പോളി തൻ്റെ ഗ്രീൻ സോണിൽ, അയാൾ എന്നും എക്സൽ ചെയ്തിട്ടുള്ള അയാൾ ഗ്രീൻ സോണിലേക്ക് തിരിച്ചു വരികയാണ്. ഇനി ഒരു കാര്യം കൂടെ അധികം നമ്മൾ നോക്കിയാൽ, സൗത്ത് ഇന്ത്യൻ സെൻസേഷനിലായ മമിത ബൈജു നായികയായിട്ടെത്തുന്നു. ഇത്രയും കാര്യമാണ് പോസിറ്റീവായിട്ട് BKയുവിനുള്ളത്. ഇനി നെഗറ്റീവ് നമ്മൾ നോക്കിയാൽ, കഴിഞ്ഞ 2 സിനിമകൾ, അവസാനത്തെ നിവിൻ പോളിയുടെ 2 സിനിമകൾ അത്ര വലിയ ഓളം തിയേറ്ററിൽ ഉണ്ടാക്കിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ്സ് ഒന്നും വലിയ ബാധകമായ കാര്യങ്ങളല്ല. ഞാൻ ഈ പറഞ്ഞതെല്ലാം വെറും ഫാക്ട്സ് മാത്രമാണ്. പക്ഷേ ഓരോ വെള്ളിയാഴ്ചകളും പല ഫാക്ട്സുകളും തകർന്നിട്ടുണ്ട്, തകരാൻ ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രഡിക്ഷൻ ഒന്നും ഞാൻ മുതിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ചിന്തയിൽ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു വീക്കെൻഡ് വിൻ ചെയ്യാൻ പോകുന്നത് മേ ബി കളക്ഷനിൽ ഖലീഫ ആയിരിക്കും. പക്ഷേ ലോങ് റണ്ണിൽ ഈ ഫെസ്റ്റിവൽ സ്വന്തമാക്കാൻ പോകുന്നത് ബത്ലഹേം കുടുംബ യൂണിറ്റും ആയിരിക്കും. ഇതിനുശേഷം 2 സിനിമകൾ, 2 വമ്പൻ സിനിമകൾ, ടോക്സിക് ആൻഡ് ആം ഗെയിം വരുന്നുണ്ട്. അതിനിടയിൽ ആരൊക്കെ വീഴും, ആരൊക്കെ നിൽക്കുമെന്ന് നമുക്ക് നോക്കാം.